അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകളായ സിനിമ മുംതയുടെ ചിത്രീകരണം വനിതാ ദിനത്തിൽ പൂർത്തിയാക്കി. കാസർഗോഡ് ബദിയടുക്കയിലെയും കുബഡാജയിലെയുമായിരുന്നു ചിത്രീകരണം. ഇതോടെ കേരളത്തിലെ ആദ്യത്തെ ഓൾ ക്രൂ വുമൺ എന്ന ബഹുമതിയും മുംത സ്വന്തമാക്കി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് വിമൺ സിനിമ മുംതായുടെ ചിത്രീകരണം ആരംഭിച്ചത്. അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകളാണെന്നതാണ് സവിശേഷത. സിനിമയുടെ സംവിധായിക ഫർസാന ബിനിയ സഫർ കാസർഗോഡുകാരിയാണ്. ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന KSFTC 2020 വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തന്റെ സിനിമയും സമർപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് മുംത തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഒരു ഉമ്മയും മോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ കഥ. ഇത് കാസർഗോഡ് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കാസർഗോഡ് മതിയടുക്ക പുത്തർക്കള എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ. പിന്നെ എൻ്റെ കൂടെയുള്ള ക്രൂസ് എല്ലാം വുമൻസ് ക്രൂ ആണ്. എല്ലാവരും നല്ല പോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ മൂവിയൊന്നും ഡയറക്റ്റ് ചെയ്തില്ല. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം മാത്രമേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ക്രൂസും വുമൻസ് ക്രൂസും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് DOP നല്ല പോലെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബാക്കി ഈച്ച് ക്രൂ നല്ല പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സുകാരിയെ ബാലതാരം ധനലക്ഷ്മിയാണ് മുംത എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത്. ഞാൻ 3 സിനിമയാണ് ചെയ്തത്. 3ാമത്തെ സിനിമയാണ്. മെയിൻ റോള് ആദ്യമായിട്ട് ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ 19 ദിവസമായി ഇന്നത്തേക്ക് ഷൂട്ട് തുടങ്ങിയിട്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ച് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് എനിക്കിതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രൂ ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ ചിത്രത്തിന്റെ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. ഈ സിനിമ കേരള സർക്കാരിൻ്റെ വലിയൊരു പദ്ധതിയാണ്. സിനിമയുടെ സാങ്കേതിക മേഖലയിലേക്ക് സ്ത്രീകൾ കൂടുതൽ കടന്നു വരാൻ വേണ്ടി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ കൂട്ടായ്മ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നു. ഒട്ടനവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ ലഭിച്ച ക്യാമറ വിമൺ ഫൗസിയ ഫാത്തിമയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. I hope everybody sees the film and enjoys it. Something will be there to move everybody. എല്ലാവരെയും മനസ്സിലെ തൊടുന്ന രീതിയിൽ സിനിമയിലെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് ഐറിൻ ജോസഫാണ്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. കാരണം ഇത് എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റാണ്. ഞാനൊരു 6 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ഞാനൊരു 1.5 years മുന്നേ കമ്മിറ്റ് ചെയ്തൊരു പടമാണിത്. അപ്പോൾ അന്നേ ഞാൻ വായിച്ച സ്ക്രിപ്റ്റാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇത് കണക്റ്റായ ഒരു സാധനമാണ്. കാരണം നമ്മളിത് അന്നേ മീറ്റിങ്ങൊക്കെ കൂടി ഡിസൈഡ് ചെയ്തപ്പോഴും ഈ വർക്ക് ഒന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ വിമൺ സപ്പോർട്ടിങ് വിമൺ എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞാണ്. ഇപ്പം നമ്മൾ ഏറ്റവും അത് നമുക്ക് ഇവിടെ എവിഡൻ്റായിട്ട് കാണാൻ പറ്റുന്ന 2 പേരാണ് ഇവിടുത്തെ DOPയും ഡയറക്ടറും. അവർ തമ്മിലുള്ളൊരു ബോണ്ട് ആണ് ഈ സിനിമയുടെ ഔട്ടിൽ വരുന്നത്. ഫെമിന ജബ്ബാറാണ് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിരിക്കുന്നത്. ഇപ്പം 19 ദിവസം പിന്നിട്ടു ഷൂട്ട്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. 20 ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ തീരും. ഭംഗിയായിട്ടാണ് ഷൂട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളിവിടെ ഒരുപാട് സ്ത്രീകളാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ വളരെ ലിബറേറ്റഡ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളൊരു ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരൊറ്റ ക്രൂ മെമ്പർ മാത്രമായിരിക്കും പലപ്പോഴും. അത് ഭയങ്കര നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് നിൽക്കുകയും പെരുമാറെല്ലാം ചെയ്യും. ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പം ഈ ഒരു ഇതിൽ ഒരുപാട് സ്ത്രീകൾ കൂടെ ഉള്ളതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. മുംതയുടെ ആർട്ട് ഡയറക്ടർ ദുന്ദു രഞ്ജീവാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ HODസും സ്ത്രീകളായിട്ടുള്ള ആദ്യത്തെ ഒരു പടമാണ് എൻ്റെ എക്സ്പീരിയൻസ്. എല്ലാ സാധാരണ സിനിമ സെറ്റുകളിൽ ഉണ്ടാകുന്ന പോലുള്ള കുറേയധികം കാര്യങ്ങളും ടെൻഷനും അല്ലേ, സമയത്തിന് പല കാര്യങ്ങളും തീരാത്തതിൻ്റെ സ്ട്രെസ്സും. സാമൂഹിക സാമ്പ്രദായിക വ്യവസ്ഥകളിൽ അകപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയുടെയും മകളുടെയും അതിജീവനത്തിന്റെ കഥയാണ് മുംത അനാവരണം ചെയ്യുന്നത്. ബദിയടുക്കയിലെയും കുമ്പടാജയിലെയും വിവിധ പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. കാസർഗോഡിന്റെ സ്വന്തം സിനിമയായ മുംതയിൽ സപ്തഭാഷാ സംഗമഭൂമിയായ ജില്ലയിലെ 7 ഭാഷകളും സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.